1970-കളിൽ ടൂ വീലർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ജനകീയമാക്കിയ വാഹനമായിരുന്നു കൈനറ്റിക് ലൂണ എന്ന് പറയുന്നത്. അന്ന് അതിൻ്റെ വില വെറും 2000 രൂപയാണ് വന്നത്. നിരത്തുകൾ ഭരിച്ചിരുന്ന വാഹനമായിരുന്നു കൈനറ്റിക് ലൂണ. ഇപ്പോൾ 2024 ആയപ്പോൾ വിലക്കുറവും ജനകീയതയും ഒരു മുഖമുദ്രയാക്കി വീണ്ടും ഒരു ഇലക്ട്രിക് ലൂണ വന്നിരിക്കുകയാണ്. ഈ ലൂണ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. 69,990 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. EMI നോക്കിക്കഴിഞ്ഞാൽ 2000 രൂപ 3 കൊല്ലത്തേക്ക്. അങ്ങനെ നോക്കുമ്പോൾ വിലക്കുറവും ജനകീയതയും തീർച്ചയായും ഈ ലൂണയുടെ ഒരു മുഖമുദ്രയായി മാറാൻ പോവുകയാണ്. എന്തൊക്കെയാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ലൂണയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് ബാബു ആന്റണി. വെൽക്കം ടു പൈലറ്റ് ഓൺ വീൽസ്. സോ ലൂണേനെ പറ്റി, അതായത് ഈ ലൂണേനെ പറ്റി ആദ്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൈനറ്റിക് ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കി എല്ലാ EV മാനുഫാക്ചറേഴ്സും Tier 1 സിറ്റീസ്, അതായത് മേജർ സിറ്റീസ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കൈനറ്റിക് ടാർഗറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി റൂറൽ ഏരിയാസാണ്. Tier 2, Tier 3 സിറ്റീസിനെയാണ് കൈനറ്റിക് ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്കറിയാം അവിടെയാണ് കൂടുതൽ വോള്യൂംസ് കിടക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഒരു സർവേ പ്രകാരം 47% ഇന്ത്യൻസിനാണ് ഒരു വാഹനം കയ്യിലുള്ളൂ. അപ്പോൾ അതായത് 53% ആൾക്കാർ ഒരു മാർക്കറ്റ് അൺടാപ്ഡ് ആണ്. കൈനറ്റിക് ആ ഒരു മാർക്കറ്റിലേക്കാണ് ഇറങ്ങി ചെല്ലാനും ആഗ്രഹിക്കുന്നത്. ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ, അതായത് ഈ 53% ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് മാസം 6000 രൂപ പോലും ഒരു വാഹനത്തിന് വേണ്ടി ചിലവാക്കാൻ കയ്യിലില്ലാത്ത ആൾക്കാരാണ് എന്നാണ് കൈനറ്റിക് ഇന്നിവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ലൂണ ഉപയോഗിക്കാൻ മാസം ചിലവ് വരുന്നത് വെറും 2500 രൂപയാണ് എന്നാണ് ഇന്ന് കൈനറ്റിക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മാർക്കറ്റ് പെനട്രേഷൻ ഈ ലൂണയ്ക്ക് തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൈസ് ഒരു ചെക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്കൂട്ടറാണ് ഈ ലൂണ എന്ന് പറയുന്നത്. ABSO അങ്ങനത്തെ ഫാൻസി എലമെൻറ്റ്സ് ഒന്നുമില്ല. നമുക്കൊരു ബാറ്ററി ഉണ്ട്, ഒരു മോട്ടറുണ്ട്, ചെയിൻ ഡ്രൈവ് ആണ്, സ്വാപ്പബിൾ ബാറ്ററിയാണ്, ആൻഡ് വളരെ ബേസിക് ആയിട്ടുള്ള കോമ്പണൻസും ഉണ്ട്. ഇതാണ് ഈ ലൂണയുടെ മുഖമുദ്ര. മറ്റൊരു കാര്യം, 96 കിലോ മാത്രം വെയിറ്റ് വരുന്ന ഈ ഒരു വാഹനത്തിന് പേലോഡ് 150 കിലോ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഭാരം വഹിക്കാൻ കഴിയും. നമുക്ക് 2 അഡൽട്സിന് സുഖമായി ഇരിക്കാൻ നല്ല വീതിയുള്ള സീറ്റാണ്. അതിന് പുറമെ നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതുമാത്രമല്ല, ആക്സസറീസ് ഒരുപാട് കൈനറ്റിക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരുപാട് ആക്സസറീസ് കൈനറ്റിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഇനി നമുക്ക് ഇൻഡിവിജ്വലി ഈ ലൂണയുടെ ഓരോ സ്പെസിഫിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്കൊരു ഹാലജൻ ഹെഡ്ലാമ്പ്സ് കാണാൻ പറ്റും. ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടയേഴ്സും സ്പോക്ക് വീൽസും എല്ലാം ഉണ്ട്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. സോ ഇത് 150 കിലോ പേലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സസ്പെൻഷൻ വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് നല്ല അടിപൊളി ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. 16 ഇഞ്ചിൻ്റെ റിംസാണ്. അതുകൊണ്ട് തന്നെ മോശം റോഡുകളിലൊക്കെ കമ്പയർഡ് ടു അതർ EV സ്കൂട്ടേഴ്സ് ഇത് കുറച്ചും കൂടി നല്ലപോലെ പെർഫോം ചെയ്യേണ്ടതാണ്. ഇനി ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവർ ഒരുപാട് ഇന്ന് എടുത്തു പറഞ്ഞ ഷാസി നമുക്ക് കാണാൻ പറ്റും. ഒരു ട്യൂബുലാർ ഷാസിയാണ്. അതിൻ്റെ ഔട്ട്സൈഡ് പുറത്തെ ഭാഗങ്ങൾ നല്ല വൃത്തിയിൽ അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് പെയിൻറ്റഡ് ഒരു ഭാഗമായിട്ട് വാഹനത്തിൽ വരുന്നത്. അതിൻ്റെ ഉള്ളിലോട്ടുള്ള കോമ്പണൻസ് എല്ലാം പ്ലാസ്റ്റിക് വെച്ച് നീറ്റ്ലി ഹിഡൻ അവേ ആണ്. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. പക്ഷേ ഇതൊരു പ്രീ പ്രൊഡക്ഷൻ മോഡലായിരിക്കാം. പ്രൊഡക്ഷൻ മോഡൽ എത്തുമ്പോൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാലും ഇതൊരു ട്യൂബുലാർ ഷാസി ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ലപോലെ സ്പേസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫുഡ് പാക്ക് എല്ലാം തന്നെ താഴെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ചാൽ തന്നെ നമുക്ക് കാലിലോ തടസ്സമായിട്ട് ഒരിക്കലും തന്നെ വരില്ല. ബാക്കിലത്തെ ഫുഡ് പാക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്ലാസിക് ലൂണ ആ സ്റ്റൈലിൽ കൊടുത്തിട്ടുള്ളത് സ്വിംഗാമിൽ തന്നെ മൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനർത്ഥം നിങ്ങൾ ഇരിക്കുമ്പോൾ സസ്പെൻഷൻ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കാലും വർക്ക് ചെയ്യുമെന്നുള്ളത്. അത് പണ്ടത്തെ ലൂണയുടെ ഒരു ഫീച്ചറായിരുന്നു. ഇപ്പോഴും അത് അങ്ങനത്തെ നിലനിർത്തിയിട്ടുണ്ട്. ബാക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ട്യൂബ്ലാർ ഷാസി ഇവിടെ അങ്ങനെ കറങ്ങി തിരിച്ചു പോകുന്നത് കാണാം. അതെല്ലാം പെയിൻറ്റഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അതിന് മേലെ നല്ല കട്ടിക്കുള്ള ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. സീറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്വാപ്പബിൾ ബാറ്ററി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതുമാത്രമല്ല ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ എടുത്ത് പൊക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ എടുത്ത് മാറ്റി ഒരു കാരിയേജ് വാഹനമാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ആക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൈനറ്റിക് തരുന്നുണ്ട്. നമുക്കിനി താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഒരു ചെയിൻ ഡ്രിവൺ സിസ്റ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നോർമലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ EVs എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഹബ് ഡ്രിവൺ ആയിരിക്കും, ഹബ് മോട്ടർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മോട്ടോറൊക്കെ വരുമ്പോൾ ഒരു പഞ്ചറൊക്കെ സംഭവിച്ചാൽ തന്നെ അത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഇത് ചെയിൻ ഡ്രിവൺ ആയതുകൊണ്ട് ഏതൊരു നോർമൽ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് സർവീസ് ചെയ്യുന്ന പോലെ നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റും. സോ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും വളരെയധികം പ്രോമിസിംഗ് ആണ് നമ്മുടെ ഈ ലൂണ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇലക്ട്രോണിക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റ് ആവാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതൊരു നമുക്കൊരു മനസ്സിനൊരു ആശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ബിസിനസ് എല്ലാം ഡേ ടു ഡേ ബിസിനസ് എല്ലാം ഈ ഒരു സ്കൂട്ടറിന് മേലെയാണ് ഡിപ്പെൻഡൻ്റ് എങ്കിൽ നമുക്ക് തീർച്ചയായും എപ്പോഴും വിശ്വസിച്ച് കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന സ്കൂട്ടറായിരിക്കും ഈ ലൂണ. ഇനി നമുക്ക് ഈ ലൂണയുടെ കുറച്ച് കളേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഒരു കളർ മിസ്സിംഗ് ആണ്, ഒരു ഗോൾഡൻ കളർ. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമുക്കിവിടെ ഗ്രീൻ കാണാൻ പറ്റും, അത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. ഒരു ബ്ലൂ അവിടെ ഉണ്ട്, ആൻഡ് ഒരു റെഡും ഒരു മറൂൺ കളർ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു സെയിം ഗോൾഡൻ ഫിനിഷിൽ നമുക്കൊരു ലൂണ എന്തായാലും വേറെ ഒരെണ്ണം നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ബീറോൾ ഞാൻ ഇട്ട് കാണിച്ചു തരാം. സോ ഇതെല്ലാമായിരുന്നു ഈ ലൂണയുടെ വിശേഷങ്ങൾ.
ഈ ലൂണയല്ല, വീണ്ടും ഈ ലൂണയുടെ ഇലക്ട്രിക് ലൂണയുടെ വിശേഷങ്ങൾ. ഇതുപോലൊരു ബേസിക് സ്കൂട്ടർ ഇതുപോലൊരു സ്മാർട്ട് ഏജിൽ നിങ്ങൾ വാങ്ങിക്കുമോ ഉപയോഗിക്കുമോ എന്നുള്ള താഴെ കമൻറ്റിൽ നമ്മൾ എഴുതി അറിയിക്കണം. See you in the next video. This is Babu Anthony signing off.